നമസ്കാരം. രാഹുലിനെ കീഴ്പ്പെടുത്തി പോലീസ്. രാഹുൽ മാങ്കൂട്ടം ഇനി ജയിലിൽ. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പത്തനംതിട്ട എയർ ക്യാമ്പിലിട്ട് മാറ്റുകയും ചെയ്തു. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പുതിയ ലൈംഗിക അതിക്രമ കേസിലാണ് പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പാലക്കാട്ടെ KPM ഹോട്ടലിലെ 2002 നമ്പർ മുറിയിൽ നിന്ന് പ്രത്യേക പോലീസ് സംഘം ആണ് ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കസ്റ്റഡിയിലെടുത്തത്. ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം, സാമ്പത്തിക ചൂഷണം എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു യുവതി ഇമെയിൽ വഴി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം കേസ് രജിസ്റ്റർ ചെയ്യുകയും യുവതിയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തത്. കസ്റ്റഡിയിലെടുക്കുന്നതിന് മുമ്പായിട്ട് പോലീസ് KPM ഹോട്ടലിലെ റിസപ്ഷനിലുള്ളവരുടെ ഫോണുകൾ അടക്കം പിടിച്ചെടുത്തതായും സ്റ്റാഫ് അംഗങ്ങൾ മുറിയില്ലാത്ത സമയം നോക്കിയുമാണ് പോലീസ് യൂണിഫോമിലെത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത്. ഫ്ളാറ്റ് ഒഴിഞ്ഞതിന് ശേഷം ഈ KPM ഹോട്ടലിൽ ആണ് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി താമസിക്കുന്നത്. നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ 3 ബലാത്സംഗ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാമത്തെ കേസിൽ വിചാരണ കോടതി അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചു കഴിഞ്ഞിരുന്നു. പുതിയ കേസിൽ കസ്റ്റഡിയിലെടുത്തതോടെ MLAക്കെതിരായ നിയമ നടപടികൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കാനഡയിൽ നിന്ന് ഉയർന്ന പരാതി, ഉയർന്നു വന്ന ആ പരാതി എന്ന് വെറുമൊരു ആരോപണമല്ല, മറിച്ച് MLAയെ അഴിയണ്ണിക്കാൻ പോകുന്ന ആയുധങ്ങളാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. പീഡനത്തിനും ഗർഭഛിദ്രത്തിനും കൃത്യമായ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. ഗർഭം അലസിപ്പോയെങ്കിലും ആ ഭ്രൂണം യുവതി ശാസ്ത്രീയ തെളിവായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതാണ് രാഹുൽ അകത്താകാൻ അല്ലെങ്കിൽ അഴിയെണ്ണാൻ കാരണമായി പറയപ്പെടുന്നത്. ഇതോടെ DNA പരിശോധനയിൽ നിന്ന് രാഹുലിന് ഇനി ഒഴിഞ്ഞു മാറാൻ ആകില്ല. ഇതോടെ ആ ഗർഭത്തിന്റെ ഉത്തരവാദി ആര് എന്ന് വ്യക്തമാകുന്ന തരത്തിലേക്ക് കേസ് മാറാൻ പോകുന്നു. അപ്പോൾ പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ യുവതിയെ രാഹുൽ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് ഇരയാക്കി എന്നതായിരുന്നു മൊഴി. എന്നാൽ ഗർഭം അലസിപ്പോയ ഭ്രൂണം യുവതി തെളിവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അത് വലിയ തെളിവുകൾ തന്നെയായിരിക്കും. മാത്രമല്ല രാഹുലിനെ കുടുക്കാൻ പോകുന്ന തെളിവുകൾ. നേരത്തെ രാഹുൽ DNA പരിശോധനയ്ക്ക് സാമ്പിൾ നൽകാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ യുവതിയുടെ കൈവശമുള്ള ഈ തെളിവ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതോടെ കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ച സത്യം പുറത്തു വരും. അപ്പോൾ ഇത് കേസിൽ നിർണായകമായിട്ടുള്ള വഴിത്തിരിവാകും. കോടതിയെയും പോലീസ് ഇത് അറിയിക്കുക തന്നെ ചെയ്യും. കേരളത്തിലെ പീഡന കേസുകളുടെ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത അല്ലെങ്കിൽ കേട്ടിട്ടില്ലാത്ത തെളിവുകളുമായിട്ടാണ് ഒരു യുവതി ഇപ്പോൾ പോലീസിനെ സമീപിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ബലാത്സംഗത്തിന് പുറമെ രാഹുൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളും പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങാൻ പണം ആവശ്യപ്പെട്ടതും യുവതിയിൽ നിന്ന് പലപ്പോഴായി ലക്ഷങ്ങൾ കൈക്കലാക്കിയതും വെറും ആരോപണമല്ല എന്ന് ബാങ്ക് രേഖകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോൾ രാഹുലിന്റെ അക്കൗണ്ടിലേക്കും അദ്ദേഹത്തിന്റെ വിശ്വസ്തരുടെ അക്കൗണ്ടിലേക്കും യുവതി പണം കൈമാറിയതിന്റെ കൃത്യമായിട്ടുള്ള ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ അടക്കം പരാതിക്കാരി പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന. കൂടാതെ വില കൂടിയ വാച്ചുകൾ വാങ്ങി നൽകിയതിന്റെ ബില്ലുകൾ അടക്കം പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു എന്നുകൂടി പറയുന്നുണ്ട്. ഒരാഴ്ച മുമ്പാണ് കാനഡയിൽ നിന്ന് യുവതിയുടെ പരാതി പോലീസിന് ലഭിക്കുന്നത്. പരാതി ഗൗരവമാണ് എന്ന് കണ്ടതോടെ പൂങ്കുഴലി IPSന്റെ നേതൃത്വത്തിലുള്ള രഹസ്യ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു. യുവതി കാനഡയിൽ നിന്ന് വീഡിയോ കോൺഫറൻസിംഗിലൂടെ നൽകിയ മൊഴിയും ബാങ്ക് രേഖകളും ഒത്തുനോക്കിയ ശേഷം മാത്രമാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ്. പരാതിക്കാരി ഉടൻ കാനഡയിൽ നിന്ന് നാട്ടിലെത്തി നേരിട്ട് മൊഴി നൽകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ സമാനമായിട്ടുള്ള പരാതികൾ ഉയർന്നപ്പോൾ രാഹുൽ രാഷ്ട്രീയമായിട്ട് ഇതിനെയൊക്കെ പ്രതിരോധിച്ചിരുന്നു. എന്നാൽ ഇത്തവണ ഇമെയിൽ വഴി പരാതി കൊടുക്കുവാൻ യുവതി തയ്യാറായതോടെ പോലീസിന് നിയമപരമായിട്ട് മുന്നോട്ട് പോകുവാൻ അത് വഴി തുറന്നു എന്നുള്ളതാണ്. ആദ്യ 2 കേസുകളിൽ കോടതി സംരക്ഷണം കിട്ടിയെങ്കിലും ഈ 3-ാം കേസിൽ ഭ്രൂണവും ബാങ്ക് രേഖകളും തെളിവായി എത്തുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കുരുക്ക് മുറുകുമെന്ന് ഉറപ്പായി. മുമ്പും ഈ യുവതിയുടെ കാര്യം പോലീസ് അറിഞ്ഞിരുന്നു. എന്നാൽ അന്നൊന്നും രേഖാമൂലം പരാതി നൽകുവാൻ ആ യുവതി തയ്യാറായില്ല. ഇപ്പോൾ അതിന് തയ്യാറാവുകയും ചെയ്തു.
പരാതിക്കാരിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് പഴുതടച്ച നീക്കത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡി എടുത്തത്. ഗർഭിണിയായ യുവതി ഭ്രൂണത്തിന്റെ DNA പരിശോധനയ്ക്ക് ഒരുങ്ങിയെന്നും ലാബ് രാഹുലിനോട് സാമ്പിൾ ആവശ്യപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ DNA പരിശോധനയ്ക്ക് രാഹുൽ അന്ന് സഹകരിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ ഇതിനുള്ള തെളിവുകൾ തന്റെ പക്കൽ ഉണ്ട് എന്ന് പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴിയായി നൽകുകയും ചെയ്തിട്ടുണ്ട്. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സാമൂഹിക മാധ്യമം വഴി പരിചയപ്പെട്ടത് എന്നും പിന്നീട് താനുമായിട്ട് പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട്. രാഹുൽ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. കൂടാതെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ വിവാഹം നടത്താൻ വളരെ ഈസി ആയിരിക്കും എന്നുള്ള തരത്തിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇടപെടലുകളും അവരുടെ മൊഴിയിൽ പറയുന്നുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ രാഹുൽ വീണ്ടും ഈ യുവതിയെ ബന്ധപ്പെട്ടിരുന്നുവെന്നും തകർന്നിരുന്ന തന്നോട് വീണ്ടും അടുപ്പത്തിന് ശ്രമിച്ചു എന്നും പറയുന്നുണ്ട്. ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാമെന്നും കൂടാതെ പാലക്കാട് ഒരു ഫ്ലാറ്റ് വാങ്ങി തരണമെന്നും ഒരുമിച്ച് അവിടെ വിവാഹം കഴിച്ച് ജീവിക്കാമെന്നും ഒക്കെ രാഹുൽ പറഞ്ഞതായിട്ടും ഈ സ്ത്രീ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. പരാതിയുമായിട്ട് താനും മുന്നോട്ട് പോകുമെന്ന് മനസ്സിലാക്കിയതോടു കൂടിയാണ് രാഹുൽ ഭീഷണിയുടെ സ്വരം ഉയർത്തിയത് എന്നും കുടുംബത്തെ ഇല്ലാതാക്കുമെന്നും സഹോദരിയെയും അച്ഛനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്നും രാഹുൽ ഭീഷണി മുഴക്കിയെന്നും പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ 2 കേസുകളിൽ രക്ഷപ്പെട്ടതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ 3ാമത്തെ പരാതിയിൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഗർഭചിത്രം അടക്കമുള്ള കാര്യങ്ങൾ, പ്രണയം നടിച്ച് ഗർഭിണിയാക്കിയ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ തന്നെ കാനഡയിൽ നിന്ന് ആ പരാതിക്കാരി മൊഴി നൽകുമ്പോൾ ആ മൊഴിയിൽ വസ്തുതകൾ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പൂങ്കുഴിയിലെ IPSന്റെ നേതൃത്വത്തിലുള്ള വളരെ പഴുതടച്ച അന്വേഷണത്തിലൂടെയാണ് രാഹുലിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. അവസാനം രാഹുലിന് കീഴടങ്ങേണ്ടി വന്നു, അല്ലെങ്കിൽ പോലീസിന് രാഹുലിനെ കീഴ്പ്പെടുത്തേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജയിലിലേക്ക് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്ര. ഇനിയൊരു ഇതിനകത്ത് മറ്റൊരു തരത്തിലും രക്ഷപ്പെടുവാനുള്ള മാർഗം വളരെ കുറവാണ്. കാരണം ഭ്രൂണ പരിശോധന കഴിയുന്നതോടുകൂടി കൃത്യമായിട്ട് പിതൃത്വം ആരുടേതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും നാൾ നടത്തിയ രാഷ്ട്രീയ പ്രതിരോധങ്ങളെല്ലാം വെറുതെയാകും. രാഹുലിന് ജയിൽ തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല.